വാട്സപ്പിൽ വന്നൊരു ചോദ്യമാണ്. തിരുമേനി, ഞാൻ ഡൽഹിയിലുള്ള ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ പല ക്ഷേത്രങ്ങളിലും ചെല്ലുമ്പോൾ ഗോത്രം ചോദിക്കുന്നു. എൻ്റെ സമുദായപ്രകാരം എനിക്ക് ഗോത്രം അറിയുകയില്ല. ഗോത്രം അറിയാതെ വഴിപാടുകൾ കഴിച്ചാൽ നേട്ടമുണ്ടാകുകയില്ലേ? ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? സാധാരണയായിട്ട് ബ്രാഹ്മണ വിഭാഗത്തിലാണ് ഗോത്രങ്ങൾ പൊതുവിൽ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ഭാരതത്തിൽ 2 ഗോത്രങ്ങളാണുള്ളത്, ആര്യഗോത്രവും ദ്രാവിഡ ഗോത്രവും. ഈ ആര്യഗോത്രത്തിൽ തന്നെ ഉപവിഭാഗങ്ങളായിട്ട് ഒരുപാട് ഗോത്രങ്ങളുണ്ട്. കേരളീയ താന്ത്രിക മാന്ത്രിക വിധി പ്രകാരം നമ്മളങ്ങനെ ഗോത്രത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നത്. ഇവിടെ പേരും നക്ഷത്രവും ചിലയിടത്ത് ജന്മതീയതിയൊക്കെ വച്ചിട്ടാണ് ചെയ്യുന്നത്. പൊതുവിൽ പേരും നക്ഷത്രവും ഉപയോഗിച്ചിട്ടാണ് വഴിപാടുകളെല്ലാം നിർവഹിക്കുന്നത്. എന്നാൽ വടക്കേ ഇന്ത്യയിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഗോത്രവും കൂടി ചോദിക്കും. ഞങ്ങൾക്ക് ഗോത്രം അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. കാര്യം അങ്ങനെ പേരും നക്ഷത്രവും മാത്രം പറഞ്ഞ് വഴിപാട് നടത്തിയാൽ അതിൻ്റെതായ ഗുണം കിട്ടും. അല്ല, ചിലപ്പം ചിലർ അറിഞ്ഞുകൂടാതെ ആരുടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഗോത്രങ്ങളൊക്കെ കണ്ടുപിടിച്ച് പറയാറുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു നായർ സമുദായത്തിലോ ഒരു തീയ സമുദായത്തിലൊക്കെ പെട്ട ഒരാൾ ചിലയിടത്തൊക്കെ ചോദിച്ച് ചില ഗോത്രങ്ങളായിട്ട് നമ്മുടെ അടുത്ത് മുന്നിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇതൊന്നും ഗോത്രം ആയിരിക്കില്ല, ആരൊക്കെ പറഞ്ഞു തന്നതാണ്. പൊതുവിൽ എങ്ങനെ ഇത്തരം വിഭാഗങ്ങളിൽ ഗോത്ര സമ്പ്രദായങ്ങളൊന്നും അധികം കണ്ടുവരുന്നില്ല. അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൂടാത്തൊരു കാര്യം അങ്ങോട്ട് ചെയ്യാൻ പോകണ്ട. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. കേരളത്തിൽ പൊതുവിൽ ക്ഷേത്രങ്ങളിൽ നമ്മൾ പൂജ വഴിപാടുകൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഗോത്രത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അവിടുത്തെ ആചാരപ്രകാരം അവിടെ ഗോത്രത്തിന് പ്രാധാന്യം ഉള്ളത് കൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വഴിപാട് ചെയ്യുമ്പോൾ നിങ്ങൾ പേര് നക്ഷത്രം ഇത് പറഞ്ഞാൽ മതിയാവും കേട്ടോ.